തൊടുപുഴയിൽ നിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് അതിഥികളുണ്ട്. എന്ന് വെച്ചാൽ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥാനാർത്ഥി കൂടിയാണ്. ആരാണ്? മുൻ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറാണ് കേരള കോൺഗ്രസ് മാണ വിഭാഗം സ്ഥാനാർത്ഥി ടോമി ജേക്കബ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എങ്ങനെയാണ് ഒരു റിട്ടയർമെന്റ് കാലത്ത് ശരി ഒന്ന് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിക്കളയാം എന്നൊക്കെ തോന്നിയത്? അങ്ങനെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യവും അവസരവും എങ്ങനെയായിരുന്നു? ഞാൻ പൊതു രാഷ്ട്രീയ രംഗത്ത് ഇതാദ്യമല്ല. നേരത്തെ എൻ്റെ വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ കേരള സ്റ്റുഡൻസ് കോൺഗ്രസിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയും നാഷണൽ സർവീസ് സ്കീമിൻ്റെ വോളണ്ടിയർ സെക്രട്ടറിയും ഒക്കെ ആയിരുന്നു. അക്കാലഘട്ടത്തിൽ നാഷണൽ സർവീസ് സ്കീമും കേരള സ്റ്റുഡൻസ് കോൺഗ്രസും ഏറ്റെടുത്ത് നടത്തിയ നിരവധി വിദ്യാർത്ഥി ക്ഷേമ പ്രവർത്തനങ്ങളിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും എനിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ഔദ്യോഗിക ജീവിതം തന്നെ ഒരു പൊതു പ്രവർത്തനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ലഹരിയുടെ വ്യാപനം വലിയൊരു സാമൂഹിക വിപത്തായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഇടയിൽ ലഹരിയുടെ വ്യാപനത്തിനെതിരെയുള്ള പ്രവർത്തനത്തിൽ ഞാൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻ എക്സൈസ് കമ്മീഷണർ ജനങ്ങളിലേക്ക് വോട്ടുമായി ചെല്ലുമ്പോൾ കാര്യമായും ഈ ലഹരിക്കെതിരായ ബോധവൽക്കരണം കൂടിയായിരിക്കും നടത്തുന്നത്. തീർച്ചയായും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിന് ശേഷം ഞാൻ ഒരു കാർഷിക പശ്ചാത്തലത്തിൽ നിന്നും വളർന്നു വന്ന ആളാണ്. അതുകൊണ്ട് കൃഷിയെ എന്നെ വളരെ സ്നേഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ ഈ കാർഷിക മേഖലയുടെ ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരികയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഗ്രാമീണ മേഖലയിലെ കാർഷിക മേഖല വലിയ തകർച്ചയുടെ വക്കിലാണ്. ഒടുക്കുളം ഗ്രാമപഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ 11,000 ജനസംഖ്യയിൽ ഉദ്ദേശം 60-70% വരുന്ന ജനങ്ങൾ കാർഷിക വൃത്തിയോ അല്ലെങ്കിൽ കാർഷിക അനുബന്ധ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവനോപാധി കണ്ടെത്തുന്നവരാണ്. അവരുടെ ജീവനോപാധികൾക്ക് ഊർജം പകരേണ്ടത് നമ്മുടെ ചുമതലയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. നിലവിലിപ്പോ വാർഡ് ആരുടെ കയ്യിലാണ്? നിലവിലെ വാർഡ് UDF വാർഡ് തന്നെയാണ്. ഇത്തവണ എങ്ങനെയാ മത്സരം കടുക്കോ? തീർച്ചയായും UDFന്റെ കോട്ട പിടിച്ചെടുക്കണമെന്ന കരുത്തനെ തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ജോസ് അല്ലേ? അതെ അതെ. ലഹരിക്കെതിരായ പോരാട്ടം പോലെ ഇത് ഒരു അതിശക്തമായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടാവും. അതെ. വീട്ടിലൊക്കെ കയറുമ്പോൾ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണവും റെസ്പോൺസ് ഒക്കെ എങ്ങനെയാ? വളരെ സ്വീകാര്യതയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ സ്വദേശമായ ഭാഗത്തും എന്നെ വളരെ സുപരിചിതനാണ്. മാത്രമല്ല, എൻ്റെ പിതാവ് ഈ വാർഡിനെ മുൻകാലത്ത് പ്രാതിനിധ്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് ഒരു പരിധിവരെ ഈ വാർഡിന്റെ വികസനത്തിന് വഴിതെളിച്ചത്. നിങ്ങൾ എതിരാളി അവിടെ കേരള കോൺഗ്രസ് ജോസഫ് ആണോ അതോ കോൺഗ്രസ് ആണോ? കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് എന്റെ എതിരാളിയായിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ കൂട്ടിയതിലൊക്കെ ജനങ്ങൾ വലിയ സന്തോഷത്തിലാണോ? തീർച്ചയായും ആണല്ലേ. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. വിജയിച്ചു വരാൻ കഴിയട്ടെ എന്ന് ഞങ്ങളും വിചാരിക്കട്ടെ, ആശംസിക്കട്ടെ. താങ്ക് യു.